ഞാൻ ഇന്നലെ കണ്ടൊരു വാചകമുണ്ട്, യുവർ ഗ്രേറ്റസ്റ്റ് വെപ്പൺ ഈസ് യുവർ മൈൻഡ്, ട്രൈ ടു സീ ദ ഓപ്പർച്യൂണിറ്റീസ് നോട്ട് ദ ഓബ്സ്റ്റക്കിൾസ്. നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അതിന് അവസരങ്ങൾ കാണാൻ വേണ്ടി ട്രെയിൻ ചെയ്യുക, അല്ലാതെ തടസ്സങ്ങളല്ല എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കും, നമ്മൾ അതിലെ അവസരങ്ങളെക്കാൾ കൂടുതൽ പലപ്പോഴും നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് അതിലെ തടസ്സങ്ങളെക്കുറിച്ചായിരിക്കും. ഞാൻ ഇന്ന് തുടങ്ങിയ ചിലപ്പോൾ അത് നഷ്ടങ്ങളുണ്ടാവും, ഇന്ന് പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള തടസ്സങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ടാവുക. കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മളെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുന്നതിനെ കുറിച്ച്, എന്തെങ്കിലും ഒരു കുറച്ച് വലിയൊരു ബ്രോഡ് സ്പെക്ട്രത്തിൽ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ച് ഒരാളോട് പറയുമ്പം, ചെറിയ മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ അയാളും അതിലെ തടസ്സങ്ങൾ മാത്രമാണ്. കാരണം അവരും ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ എന്ത് കാര്യം മുമ്പിൽ വരുമ്പോഴും, ഒരു തടസ്സം മുന്നിൽ വരുമ്പോൾ പോലും അതിൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നിടത്താണ് പലപ്പോഴും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത്, അല്ലേ? മനുഷ്യന്മാർക്ക് വേഗം എത്താൻ പറ്റുന്നില്ല എന്ന തടസ്സം മുന്നിൽ വന്നപ്പോഴാണ് വേഗം എത്താൻ വാഹനം, ഫ്ലൈറ്റുകളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് മുൻപിലുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മളെ കണ്ണിനെ തിരിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ തിരിക്കുക എന്നുള്ളതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.